ആരൻ നമസ്കാരം. ആരൻ ഈ മപ്രിയാന ഈയിടെ പാമ്പാടി വന്ന് ഒരു മഴ മുമ്പേ എറിഞ്ഞേച്ച് പോയത് എന്തിനാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ഈ കാളി കൂളി സംഘത്തിനറിയാം അടുത്തതായിട്ട് പരിശുദ്ധനായ പാമ്പാടി തിരുമേനിയെ മലങ്കര സഭ പരിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം ഒരു സെയിൻറ്റ്ലി ഫിഗർ ആണെന്നും ഇവന്മാർക്കറിയാം. പക്ഷേ ഇതിനെല്ലാം ഒരു കുഴപ്പമുണ്ട്. ഇനി ഇദ്ദേഹം പറയുന്നത് പാമ്പാടി തിരുമേനി കാലം ചെയ്തത് സഭ ഒന്നായിരുന്ന കാലത്താണ്. അതുകൊണ്ട് പാമ്പാടി തിരുമേനിക്ക് ആരാ പട്ടം കൊടുത്തേ? അതിന് തന്നെ പാമ്പാടി തിരുമേനിയെ മെത്രാപ്പൊലീത്ത ആക്കിയത് ഗീവറീസ്തുതിയും ബാവയാണ്. ഇപ്പൊ യുവന്മാരുടെ വിക്കിപീഡിയ സൈറ്റിനകത്ത് ഗീവറീസ്തുതിയും ബാവയുടെ പേരില്ല. കാര്യം ഗീവറീസ്തുതിയും ബാവയ്ക്ക് പട്ടമില്ലെന്ന് പറഞ്ഞ് നടന്നോട്ടുന്നവന്മാരാണ് ഇവന്മാർ. ഗീവറീസ്തുതിയും ബാവ പരിശുദ്ധനാക്കിയ പരിപാടി തിരുമേനിക്കും പരിശുദ്ധനും അല്ലെന്ന് പറഞ്ഞ് നടന്നുകൊണ്ടിരുന്ന ഇവന്മാര് ഗീവറീസ്തുതിയും ബാവയെ 58 അൺകണ്ടീഷണലായിട്ട് സ്വീകരിച്ചു. പക്ഷെ അപ്പോഴും ഒരു കുഴപ്പമുണ്ട്. ഇവന്മാര് പട്ടമില്ല എന്ന് പറഞ്ഞ് നടന്ന കാലത്താണ് ഈ പാമ്പാടി തിരുമേനിക്ക് മേൽപ്പെട്ട സ്ഥാനം കൊടുക്കുന്നത്. അപ്പൊ എന്നെ കുഴപ്പമായേ? അപ്പം ഇത് ചോദിച്ചാ പറയും കുഴപ്പം ആയി എന്നാ തോന്നുന്നത്. എടാ ഞാനിതല്ലേ ആരൻ നിങ്ങളോട് പറഞ്ഞു, ഇവന്മാരെ എന്നൊക്കെ നമ്പർ അടിച്ചാലും മലങ്കര സഭയിൽ ഇതൊന്നും കൂട്ടിയാൽ കൂടൂല. പാമ്പാടി തിരുമേനി പരിശുദ്ധനാണെന്നും ഈ ഗീവറീസ്തുതിയൻ ബാവ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തിയതുകൊണ്ടാണ് ഇദ്ദേഹത്തെ പാമ്പാടി വെല്ലുവിളി നിന്നുമാരെ ഇറക്കി വിട്ടത്. അത് നിങ്ങൾക്ക് എന്നിട്ട് പാമ്പാടി കുന്നിന്റെ മണ്ടയ്ക്ക് പോയി കുടില് കെട്ടി താമസിച്ചിരുന്ന തിരുമേനിയുടെ കുടിലിന് മുമ്പ് തീ വെച്ചു. അത്ര അലവലാദികളാണ് ഇപ്പൊ പറയുന്നത് പാമ്പാടി തിരുമേനി പരിശുദ്ധനാണ്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു നിങ്ങൾ പറ? ഇവന്മാര് വാ തുറക്കുന്നതേ കള്ളം പറയാനാണ്. ഇപ്പൊ പാമ്പാടി തയ്യാറായും എല്ലാം കണ്ടപ്പോ അവന്മാർക്ക് അങ്ങ് ദൈവസ്നേഹം പൂത്തുലയുമാണ്. പാമ്പാടി തിരുമേനിക്ക് ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ നടന്നപ്പം ഒരുത്തനെയും കണ്ടില്ല ഇവിടെ, ഒരുത്തനെയും. ഇപ്പൊ ഒരു കുഴപ്പമില്ല. ഇപ്പൊ പാമ്പാടി തിരുമേനി പരിശുദ്ധനാണ്. ഇവന്മാർക്ക് നാണമോ ഉളുപ്പോ ഉണ്ടോ? ഇപ്പൊ ഇവന്മാരോടൊന്ന് ചോദിച്ചേ, ഈ പാമ്പാടി തിരുമേനിയെ മെത്രാപ്പൊലീത്തയായിട്ട് ഉയർത്തി ഗീവറീസ്തുതിയൻ ബാവയ്ക്ക് ഇപ്പൊ പട്ടമുണ്ടോ അതോ ഇല്ലേ? ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഉറച്ചു നിൽക്കണമേ. അപ്പൊ ഈ പട്ടമില്ലാത്ത ഗീവറീസ്തുതിയൻ ബാവ ഒരാൾക്ക് മേൽപ്പെട്ട സ്ഥാനം കൊടുത്ത ആ പുള്ളിക്ക് പട്ടം ഉണ്ടാവും? നമുക്ക് അറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കാൻ. അതെങ്ങനെ ശരിയാകുന്നത്?